ബഹുമാനായ സന്തോഷ് കീഴാറ്റൂർ, താങ്കൾ ഒരു നടനാണ്. ആ നടന് നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങളുടെ ഒരു ശ്രദ്ധേയമായ പോസ്റ്റ് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. താങ്കൾ യൂബറുമായി തുല്യനം ചെയ്തുകൊണ്ട് ഇവിടുത്തെ പരമ്പരാഗത ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളെ ഒരു അവഹേളിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. താങ്കൾ പറഞ്ഞതിൽ ഒരു വളരെ തന്ത്രപരമായ ഒരു മറുപടിയാണ് അതിൽ രേഖപ്പെടുത്തി വെച്ചത്. ഇനി താങ്കളുടെ അറിവോടെയാണോ അതോ മാധ്യമങ്ങൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണോ എന്നൊക്കെ താങ്കളാണ് ഒരു വിശദീകരണം നൽകേണ്ടത്. ഈ യൂബറിനുള്ളൊരു കുഴപ്പം മറ്റൊന്നുമല്ല, അത് ഓടിക്കുന്നവരും ഈ ഡ്രൈവിംഗ് തൊഴിലെടുക്കുന്നവർ അവരോടൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ അവർക്ക് കിട്ടേണ്ടത് യൂബറിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ള വസ്തുതയൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അത് പിന്നീടൊരു അവസരത്തിൽ. എന്നാൽ താങ്കൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറയാം. അതായത് ഈ സ്റ്റാൻഡ് ബേസ് ചെയ്ത് ഓടുന്ന ഓട്ടോറിക്ഷക്കാരാവട്ടെ ടാക്സി തൊഴിലാളികളാവട്ടെ അവർക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ താങ്കൾ പറഞ്ഞതുപോലെ നഗര ഹൃദയഭാഗങ്ങളിൽ ഓടാനുള്ള അനുവാദം അവർക്കില്ല. അവർക്കുള്ളത് എന്ന് പറയുന്നത് അവരെവിടെയാണോ പാർക്ക് ചെയ്യുന്നത് അവിടെ തന്നെ ഓടാൻ. ഈ പെർമിറ്റിലൊക്കെ കുറേ കാര്യങ്ങളുണ്ടെന്നേ, ഇതൊക്കെ താങ്കളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അരൂരുള്ള ഒരു ഓട്ടോറിക്ഷ താങ്കളെ അവിടെ നിന്നും കയറ്റി ഫോർട്ട് കൊച്ചിയിൽ വിട്ടാൽ ആ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തിരിച്ച് ആ വാഹനം ഇവിടേക്ക് വരണം, അരൂരിലേക്ക്. അപ്പോൾ അത് 2 സൈഡ് വാടക, അത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതാണ്. സർക്കാർ അംഗീകൃത വാടകയ്ക്കപ്പുറമായി ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ താങ്കളെപ്പോലുള്ളവർ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എന്തിനാണെന്നറിയാമോ? എന്നാലേ ഇതുപോലുള്ള, അതായത് 90% നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊരു 10% ആളുകൾ ഇതുപോലുള്ള കുറ്റങ്ങൾ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അവരെ തിരിച്ചറിയാൻ താങ്കളെപ്പോലുള്ള ആളുകളുടെ പരാതിയും പരിഭവങ്ങളുമൊക്കെ ഗുണം ചെയ്യും. അപ്പോൾ അതിനോടൊന്നും ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ സത്യസന്ധമായി സർവീസ് നടത്തുന്ന ഒരു വിഭാഗം ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരെ അവഹേളിക്കരുത് എന്നാണ് താങ്കളോട് എനിക്ക് പറയാനുള്ളത്. യൂബർ എന്ന് പറയുന്ന ഒരു വലിയ കുത്തക മുതലാളിയാണ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു വാഹനം പോലും ഇല്ല സുഹൃത്തെ. യൂബർ ആണെങ്കിലും ഓലയാണെങ്കിലും ഇതുപോലുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ വാഹന ഉടമകൾ അതിൽ അറ്റാച്ച് ചെയ്താലേ ഉള്ളൂ. അവർക്ക് കിട്ടേണ്ട ധാരാളം ആനുകൂല്യങ്ങളുണ്ട്. അതൊക്കെ വളരെ വിദഗ്ധമായിട്ട് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ യൂബർ ഇവിടെ സർവീസ് നടത്തുന്നത്. അതൊക്കെ പിന്നാലെ വരും, അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെപ്പോലും ചൂഷണം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ 1 സൈഡ് വാടക കൊടുക്കേണ്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് പരമ്പരാഗത തൊഴിലാളികളോട് ഒരു അഭിപ്രായ ഭിന്നതയും അല്ലെങ്കിൽ അവരോട് ഒരു അകലവും ഉള്ളതെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഞങ്ങൾക്കും ഒരു അവസരം താങ്കളുണ്ടാക്കുക, അല്ലെങ്കിൽ താങ്കളെപ്പോലെ ഇത് നിരീക്ഷിക്കുന്നവരുണ്ടാക്കുക. എന്താണ്? ഞങ്ങൾക്കും ഇതുപോലെ എവിടെ നിന്ന് ഓട്ടം എടുത്ത് അവിടെ ഇറക്കിയാൽ അവിടെ നിന്ന് ഓട്ടം എടുക്കാനുള്ള ഒരു അനുവാദം അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഇതിൻ്റെ അകത്തൊരു ഒരു എന്താണ് അതിനൊരു കൃത്യത വരികയുള്ളൂ. എന്നാൽ യൂബർ പോലുള്ളവ എവിടെ നിന്ന് ട്രിപ്പ് എടുക്കുന്നോ അതുപോലെ ഈ പരമ്പരാഗതമായി കിടക്കുന്ന തൊഴിലാളികളുടെ ഇടയിലും വന്ന് ഓട്ടം എടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ തർക്കങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്നേ. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഓട്ടം കിട്ടിയാൽ ആ ഓട്ടം കൊണ്ട് കുടുംബം പുലർത്താമെന്ന് കരുതി വരുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നത്. അപ്പോൾ അവരുടെ വിഷമങ്ങളോട് താങ്കൾ അറിയണം. താങ്കളുടെ ആ പ്രസ്താവനയിൽ എൻ്റെ മല്ലയ്യ ഞാൻ ഭയപ്പെട്ടു പോയി എന്നുള്ളൊരു പ്രസ്താവനയൊക്കെ അത് എവിടെ കൊള്ളിക്കാനാണെന്നും എന്തിനു കൊള്ളിക്കാനാണെന്നും ഒക്കെ അറിയാനും മനസ്സിലാക്കാനും ഉള്ള വിവേകമുള്ളവരാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നതെന്ന് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ 100%-ൽ 5% കുറ്റങ്ങൾ ചെയ്താൽ അത് ഈ 95% വരുന്ന സത്യസന്ധമായി ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ബാധിക്കുന്ന രീതിയിൽ അത് പറയരുത്. അതൊരു തെറ്റായ പ്രവണതയാണ്. എന്താണ്, താങ്കളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. താങ്കളുടെ പല പ്രസ്താവനകളും കാണാറുണ്ട്. അതിന് അനുയോജ്യമായ കാര്യങ്ങളാണ്. അതിനെ ഞങ്ങൾ ലൈക്ക് ചെയ്യാറുമുണ്ട്. പേരിനും പ്രശസ്തിക്കും വേണ്ടി അല്ലെങ്കിൽ ഇതുപോലുള്ള മാധ്യമ ശ്രദ്ധ നേടുന്നതിന് വേണ്ടി ഒരു വിഭാഗം ആളുകളെ കോമാളികളാക്കരുത്. അത് താങ്കളോടുള്ള ഒരു റിക്വസ്റ്റാണ്. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ ഈ തൊഴിലാളികളെ പ്രതിദാനം ചെയ്യുന്ന ഒരു ടാക്സി തൊഴിലാളി സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് നിലകൊള്ളുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് താങ്കൾക്ക് ഈ മറുപടി. കാരണം ഓട്ടോറിക്ഷക്കാരെ പറഞ്ഞാലും ടാക്സിക്കാരെ പറഞ്ഞാലും അത് തൊഴിലാളികളാണ്. ഓക്കെ.